ഒരു ക്വസ്റ്റ്യൻ SSC 2024 ക്വസ്റ്റ്യൻ ആണ്. ടൈം വർക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഇതാണ് പറയുന്നത്: പൈപ്പ് ക്യൂ ക്യാൻ ഫിൽ എ ടാങ്കിൽ 60 അവർ. ക്യൂ എന്ന് പറയുന്ന പൈപ്പിന് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് 60 അവർ എടുക്കും. വൈൽ ആർ മേ ഫിൽ ദ ടാങ്ക് ഇൻ 45 അവർ. ആറിന് 45 മിനിറ്റ്. ക്യൂ ആറും ഓപ്പൺ ചെയ്തു 6 മണിക്കൂർ. 6 മണിക്കൂറിന് ശേഷം W വാസ് ഓൾസോ ഓപ്പൺഡ്. ഓക്കെ, സോറി. All three pipes are opened simultaneously for 24 hours to reach the half the level of the mark. How much time will W alone take to empty? അപ്പോൾ ആദ്യമേ നമുക്ക് കപ്പാസിറ്റിയും എഫിഷ്യൻസിയും ഒന്ന് കണ്ടുവച്ചേക്കാം. ഈ രണ്ട് സാധനം വെച്ചിട്ട് മാത്രം. കപ്പാസിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ആണെങ്കിൽ 60-ൻ്റെയും 45-ൻ്റെയും LCM 150 എന്ന് പറഞ്ഞെടുക്കുന്നു. സോ ഇത് 3, ഇത് 4. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂവും ആറും ഓപ്പൺ ചെയ്തു. 6 മണിക്കൂറിന് ശേഷം W ഓപ്പൺ ചെയ്തു. ഈ 3 പൈപ്പുകളും ഒന്നിച്ച് ഇരിക്കുമ്പോഴത്തേക്കും 24 മണിക്കൂർ എടുക്കുന്നത്. ഹാഫ് ദ ലെവൽ ഓഫ് ടാങ്ക് ഫില്ല് ചെയ്യാൻ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ ആരൊക്കെ ഉണ്ട്? ക്യൂവും ആറും ഉണ്ട്. പിന്നീട് ഒരു 24 മണിക്കൂർ ഡബ്ല്യൂയും കൂടിയുണ്ട്. അതായത് ക്യൂവും ആറും ഡബ്ല്യൂ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 30 മണിക്കൂർ ക്യൂവും ആറും 24 മണിക്കൂർ ഡബ്ല്യൂയും കൂടി ചേരുമ്പോൾ, ഡബ്ല്യൂവിനെ ഞാൻ മൈനസ് ഇടാൻ കാരണം അത് എംറ്റിങ് ആയതുകൊണ്ടാണ്. ഹാഫ് ദ ടാങ്ക് ഫില്ലാവും. ഹാഫ് ദ ടാങ്ക് എന്ന് പറയുമ്പോൾ 280 ആണെങ്കിൽ 90 ഫില്ലാവും. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യൂവിൻ്റെയും ആറിൻ്റെയും കൂടി എഫിഷ്യൻസി എത്ര വരും? 4, 3, 7. ഓക്കെ, then 24 ഡബ്ല്യൂ. അപ്പോൾ ഇത് 210. ആ 90 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, 24 ഡബ്ല്യൂവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എത്ര വരും? 210 മൈനസ് 90, 120. ഓക്കെ, അപ്പോൾ ഡബ്ല്യുവിൻ്റെ എഫിഷ്യൻസി എത്ര വരും? 120/24, 5 എന്ന് പറഞ്ഞു വരും. 5 ആയിരിക്കും എന്തിൻ്റെ എഫിഷ്യൻസി? ഈ പറയുന്ന എംറ്റി പൈപ്പിൻ്റെ എഫിഷ്യൻസി. ദെൻ ഹൗ മച്ച് ടൈം വിൽ W alone take to empty the entire tank? 150 ടോട്ടൽ കപ്പാസിറ്റി. അതിന് 1 അവറിൽ 5 എം ടി. സോ ടോട്ടൽ 36 അവർ എന്ത് ചെയ്യണം? അതെടുക്കും എന്ത് ചെയ്യാൻ? ഒരു ഫില്ലായിട്ടുള്ള ടാങ്ക് എം ടി ചെയ്യാനായിട്ട്.